Hello friends, welcome to eureka. നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു അറേയിലെ എലിമെന്റ്സ് നമ്മൾ മറ്റൊരു അറേയിലേക്ക് എങ്ങനെയാണ് കോപ്പി ചെയ്യുന്നതെന്നാണ്. അപ്പോൾ അത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ നമുക്ക് തുടങ്ങാം. ആദ്യം ഒരു ജാവ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ജാവ പ്രൊജക്റ്റ് കോപ്പി അറേയ്സ് എന്ന് കൊടുക്കാം. ഫിനിഷ്. ഇനി ഇതിനകത്ത് പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. കോപ്പി elements array എന്ന് കൊടുക്കാം. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഒരു അറേയിലെ എലമെന്റ് മറ്റൊരു അറേയിലോട്ട് കോപ്പി ചെയ്യാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ അറേയിൽ എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം അല്ലേ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസറുടെ കയ്യിൽ നിന്ന് എലമെന്റ്സിനെ മേടിച്ച് ഒരു അറേക്കകത്തോട്ട് ഇടണം. എന്നിട്ട് ആ എലമെന്റിനെ മറ്റൊരു അറേയിലോട്ട് കോപ്പി ചെയ്യണം. അപ്പോൾ എന്താണ്, ആദ്യം നമ്മളൊരു അറേ കൊടുക്കുമ്പോൾ അറേയുടെ സൈസ് എത്രയാണെന്ന് പറയണം അല്ലേ. അപ്പോൾ എൻ്റർ സൈസ് ഓഫ് അറേ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ സൈസ് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്കാനറിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കണം അല്ലേ. സ്കാനർ എസ് ഈക്വൽ ടു ന്യൂ സ്കാനർ സിസ്റ്റം ഡോട്ട് IN കൊടുക്കാം. ഇനി നമുക്ക് ലിമിറ്റ് വാങ്ങിക്കാം. അറേയുടെ ലിമിറ്റ് എത്ര ആണെന്ന് പറയണമല്ലോ. SC ഡോട്ട് നെക്സ്റ്റ് ഇൻറ്റ് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ അറേയുടെ സൈസ് വാങ്ങിച്ചു. എൻ്റെ അറേക്ക് ഇപ്പോൾ എത്ര സൈസ് വേണം, അപ്പം നമുക്ക് 10 സൈസുള്ള ഒരു അറേ വേണോ 20 സൈസുള്ളത് വേണോ, അപ്പം ലിമിറ്റ് പറഞ്ഞു കൊടുത്തു. ഇനി എന്താണ്, ആ അറേയിലോട്ട് എലമെന്റ്സിനെ ഇൻസേർട്ട് ചെയ്യണം അല്ലേ. സാധാരണ എങ്ങനെയാണ്, ഒരു അറേ ഡിക്ലെയർ ചെയ്തിട്ട് എലമെന്റ്സിനെ അങ്ങ് ഇൻസേർട്ട് ചെയ്യണം. എന്നിട്ട് അറേയുടെ സൈസ് ജസ്റ്റ് ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ 10 20 കൊടുക്കും. ഇത് ഞാൻ സൈസ് യൂസറുടെ കയ്യിൽ നിന്ന് ഇൻപുട്ടായിട്ട് വാങ്ങിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ അറേ ഡിക്ലെയർ ചെയ്യാം. ഇൻറ്റ് അറേ 1 ഇങ്ങനെ കൊടുത്തിട്ട് അത് ഏത് ടൈപ്പാണെന്ന് പറയണം. ഇപ്പം എൻ്റെ ഇതിനകത്ത് ഇൻറ്റിജർ മാത്രമേ ഉള്ളൂ. അപ്പം ന്യൂ ഇൻറ്റ് ഓഫ്, ഇനി ഈ അറേയുടെ സൈസാണ് നമ്മൾ ഈ ബ്രാക്കറ്റിൽ പറയേണ്ടത്. നമുക്ക് വേണേൽ ഇത് 10 20 പറയാം. അപ്പം ഞാൻ യൂസറുടെ കയ്യിൽ നിന്ന് ലിമിറ്റ് എന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ന്യൂ ഇൻറ്റ് ഓഫ് ലിമിറ്റ്. അപ്പം ലിമിറ്റിനകത്ത് ഇപ്പം നമ്മൾ 10 കൊടുത്തു കഴിഞ്ഞാൽ ഈ അറേയുടെ സൈസ് 10 സെറ്റ് ആവും. 20 കൊടുത്തു കഴിഞ്ഞാൽ 20. മനസ്സിലായോ? ഓരോ തവണ റൺ ചെയ്യുമ്പോഴും നമുക്ക് ആ സൈസ് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇപ്പം ഞാൻ 10 കൊടുത്തു കഴിയുമ്പോൾ 10 സൈസുള്ള ഒരു അറേ ഡിക്ലെയർ ആയി. പിടികിട്ടിയോ? അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ ഈ അറേ ആദ്യം ഡിക്ലെയർ ചെയ്യാതെ ഈ ലിമിറ്റ് വാങ്ങിക്കഴിഞ്ഞ് ഡിക്ലെയർ ചെയ്തത്. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ അറേ ഡിക്ലെയർ ചെയ്തല്ലോ. ഇനി ഇതിനകത്ത് എലമെന്റ്സ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സിസ് ഔട്ട് കൊടുക്കുകയാണ്. സിസ് ഔട്ട് എൻ്റർ എലമെന്റ്സ് എന്ന് കൊടുക്കുകയാണ്. അപ്പം നമുക്കിനി എലമെന്റ്സ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ അറേയിലെ ഓരോ ഇൻഡെക്സിലോട്ടും നമുക്ക് എലമെന്റ്സ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം അല്ലേ. അപ്പോൾ അങ്ങനെ ഇൻഡെക്സ് ബൈ ഇൻഡെക്സ് ആയിട്ട് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ്, ഫോർ ലൂപ്പ് യൂസ് ചെയ്യും. ഫോർ ഇൻറ്റ് I ഈക്വൽ ടു 0th ഇൻഡെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. എവിടെ വരെ ഇൻസേർട്ട് ചെയ്യണം, I ലെസ് ദാൻ അറേ ഓഫ് 1 ഡോട്ട് ലെങ്ത്. പിടികിട്ടിയോ? അറേയുടെ ലെങ്ത് വരെ, പിന്നെ I++. ഓരോ തവണ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ I ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കണമല്ലോ. കൊടുത്തു. ഇനി എന്താണ്, എലമെന്റ്സിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ അറേ ഓഫ് 1 ഓഫ് I എന്ന് പറയുമ്പോൾ എങ്ങനെ ഇൻസേർട്ട് ചെയ്യുക, സ്കാനറിൻ്റെ ഒബ്ജക്റ്റ് ഡോട്ട് നെക്സ്റ്റ് ഇൻറ്റ്. പിടികിട്ടിയോ? ഇങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു അറേയിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ 0th ഇൻഡെക്സ് തൊട്ട് തുടങ്ങി എന്നിട്ട് അറേയുടെ ലെങ്ത് വരെ പോകണം. അപ്പോൾ ഇത് ആദ്യത്തെ തവണ ഇപ്പോൾ 0th ഇൻഡെക്സിൽ ആദ്യം ഞാൻ 20 എന്ന് പറഞ്ഞൊരു എലമെന്റ് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ 20 അറേ ഓഫ് 0. ഐയുടെ ആദ്യത്തെ വാല്യൂ എത്രയാണ്, 0. 0th ഇൻഡെക്സിൽ 20 ആഡ് ആയി. എന്നിട്ട് എന്താണ്, I ഇൻക്രിമെന്റ് ആവും. അപ്പോൾ ഐയുടെ വാല്യൂ 1 ആവും. ഫസ്റ്റ് ഇൻഡെക്സിലോട്ട് ഞാൻ നെക്സ്റ്റ് എലമെന്റ് ആഡ് ചെയ്യുന്നത് ഇൻസേർട്ട് ആവും. പിടികിട്ടിയല്ലോ? അപ്പോൾ ഇനി നമുക്കിത് ഇൻസേർട്ട് ആയോ എന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ടും നമ്മളൊരു ഫോർ ലൂപ്പ് കൊടുക്കണം. അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് ഈ എലമെന്റ്സ് ഇൻസേർട്ട് ആയോ എന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്താണ്, പ്രിന്റ് ചെയ്യണമെങ്കിലും നമുക്ക് ഫോർ ലൂപ്പ് വേണം. അതായത് ഓരോ ഇൻഡെക്സ് ബൈ ഇൻഡെക്സ് ആയിട്ട് പ്രിന്റ് ചെയ്യണ്ടേ. 4 ഇൻറ്റ് I ഈക്വൽ ടു 0, I ലെസ് ദാൻ അറേ 1 ഡോട്ട് ലെങ്ത് I++ എന്ന് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യാം. സിസ് ഔട്ടിനകത്ത് എന്താണ്, അറേ 1 ഓഫ് I. കിട്ടിയല്ലോ? ഇങ്ങനെ പ്രിന്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് ഒറ്റ ലൈനിൽ തന്നെ പ്രിന്റ് ആയാൽ മതി. നെക്സ്റ്റ് ലൈൻ പ്രിന്റ് ആവണ്ട. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ എല്ലാം കളയാണ്. എന്നിട്ട് ഓരോ എലമെന്റ് കഴിഞ്ഞിട്ടും നമ്മൾ ഓരോ സ്പേസ് ഇടണ്ടേ. ഇല്ല, എല്ലാം കൂടെ അപ്പൻ്റെ ഒന്നിച്ചല്ലേ കിടക്കത്തുള്ളൂ. കൊടുക്കാം. ഇനി നമുക്കിത് എങ്ങനെ വർക്ക് ചെയ്യുന്നു നോക്കാം. ഇപ്പം നമ്മൾ അറേയുടെ സൈസ് വാങ്ങി അറേക്കകത്തോട്ട് എലമെന്റ്സ് കൊടുത്തു. ഇനി നമ്മൾ ജസ്റ്റ് അതിനെ പ്രിന്റ് ചെയ്യിക്കുന്നതാണ് ഇവിടെ. മനസ്സിലായോ? അതായത് 0th ഇൻഡെക്സ് തൊട്ട് അറേയുടെ ലെങ്ത് വരെ ഓരോ എലമെന്റിനെ നമ്മൾ പ്രിന്റ് ചെയ്യിക്കുകയാണ്. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റർ സൈസ് ഓഫ് ദ അറേ. ഇപ്പം ഞാനൊരു ചെറിയ സൈസ് കൊടുക്കുകയാണ്, 5 കൊടുക്കുകയാണ്.
ഇനി എന്താണ് എലമെന്റ്സ് കൊടുക്കുക. അപ്പം 11, 22, 33, 44, 55 കൊടുക്കുകയാണ്. ഇത്ര എലമെന്റ്സ് അറേക്കകത്ത് ഇൻസേർട്ട് ആയിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പം നമ്മുടെ അറേക്കകത്ത് ഇപ്പം എലമെന്റ്സ് ഇൻസേർട്ട് ആയി എന്ന് ഉറപ്പായി. അപ്പം നമുക്ക് ഇത് ജസ്റ്റ് അങ്ങ് കളഞ്ഞേക്കാം. ഓക്കെ, ഇത് വേണ്ടല്ലോ. ഇനി നമുക്ക് എന്താ ശരിക്കും ചെയ്യേണ്ടത്? ഇപ്പൊ അറേക്കകത്ത് എലമെന്റ്സ് ഒക്കെ ഉണ്ട്, ആദ്യത്തെ അറേയിൽ എലമെന്റ്സ് എല്ലാം ഉണ്ട്. ഇനി അതൊരു പുതിയ അറേക്കകത്തോട്ട് നമുക്ക് കോപ്പി ചെയ്യണം, ശരിയല്ലേ? അപ്പൊ എന്താണ് പുതിയ അറേ? ഇപ്പോൾ അറേ 1 എന്ന് പറഞ്ഞ അറേക്കകത്ത് നമ്മുടെ എലമെന്റ്സ് എല്ലാം ഉണ്ട്. ഇനി നമ്മളൊരു പുതിയ അറേ ഇവിടെ തന്നെ ഡിക്ലെയർ ചെയ്യാണ്, ഇന്റ് അറേ 2. അതും ഡേറ്റ ടൈപ്പ് ഏതാണ്? അറേയുടെ ഇന്റിജർ തന്നെ അല്ലേ? അപ്പോൾ ന്യൂ ഇന്റ് ഓഫ്, ഇനി ഇതാ ഇവിടെ സൈസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്കാണെങ്കിൽ ഇവിടെ ആദ്യം നമ്മൾ ഡിക്ലെയർ ചെയ്തു ഒരറേ അല്ലേ, എന്നിട്ട് അതിനകത്ത് നമ്മൾ ലിമിറ്റ് കൊടുത്തല്ലേ. ഇപ്പോൾ 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 10 സൈസുള്ള ഒരു അറേ ഇവിടെ വരും എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ എത്രയാണ് സൈസ് കൊടുക്കേണ്ടത്? നമ്മുടെ ആദ്യത്തെ അറേയുടെ ലെങ്ത് എത്രയാണോ അത്രയും മതി നമ്മുടെ സൈസ്, ശരിയല്ലേ? എന്നാലല്ലേ കോപ്പി ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് നിൽക്കത്തുള്ളൂ. അതിലും വലിയ അറേയും വേണ്ട, ചെറിയ അറേയും വേണ്ട. ആദ്യത്തെ അറേ അതിന്റെ ലെങ്ത്തിന്റെ അത്രയുള്ള ഒരു അറേ തന്നെ മതി നമുക്ക്. പിടികിട്ടിയോ? അപ്പൊ നമ്മൾ രണ്ടാമത്തെ അറേ ഡിക്ലെയർ ചെയ്തു. ഇപ്പൊ ജസ്റ്റ് ഡിക്ലെയർ ചെയ്തിട്ടേ ഉള്ളൂ. ഇനി എന്താണ് നമ്മൾ കോപ്പി ചെയ്യണം. അപ്പൊ ഇത് ഞാൻ കളയാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് കോപ്പി ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതിന് നമ്മളൊരു ഫോർ ലൂപ്പ് കൊടുക്കണം. ഫോർ ഇന്റ് I = 0, I less than array1 dot length I++ എന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ അറേ 2ന്റെ ഓരോ ഇൻഡെക്സിലോട്ടും അറേ 1ന്റെ ഓരോ എലമെന്റ് ആഡ് ചെയ്ത് കൊടുക്കുക അല്ലേ? അപ്പൊ അറേ 2ന്റെ ith ഇൻഡെക്സിലോട്ട് അറേ 1ന്റെ ith ഇൻഡെക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. പിടികിട്ടിയോ? അപ്പൊ ഇപ്പൊ എന്താ പറ്റുക? I = 0 തൊട്ട് ഇത് ഐട്രേറ്റ് ചെയ്ത് തുടങ്ങും. എന്നിട്ട് എന്താണ് ഈ ആദ്യത്തെ അറേയുടെ ലെങ്ത് വരെ. പിടികിട്ടിയോ? അപ്പൊ ഈ ആദ്യം ഈ ഐയുടെ വാല്യൂ 0 ആണ്. അപ്പൊ ഈ രണ്ട് അറേയുടെയും ഐയുടെ വാല്യൂ 0 ആവും. അപ്പൊ ഫസ്റ്റ് അറേയുടെ 0th ഇൻഡെക്സിലെ വാല്യൂ ഇപ്പുറത്തെ സെക്കൻഡ് അറേയിലെ 0th ഇൻഡെക്സിലോട്ട് വരും. എന്നിട്ട് എന്താണ് I ഇൻക്രിമെന്റ് ചെയ്യും. അപ്പൊ I 1 ആവും. അപ്പൊ ഫസ്റ്റ് ഇൻഡെക്സിൽ കിടക്കുന്നത് സെക്കൻഡ് അറേയുടെ ഫസ്റ്റ് ഇൻഡെക്സിലോട്ടാവും. ഇത്രയേ ഉള്ളൂ ഇതിന്റെ കൺസെപ്റ്റ്. പിടികിട്ടിയല്ലോ? അപ്പൊ എലമെന്റ്സ് ഇൻസേർട്ട് ചെയ്യുന്നത് വരെ കറക്റ്റ് ആയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത്രയേ ഉള്ളൂ അത് കോപ്പി ചെയ്യുന്നത്. ഇനി നമുക്കിത് കറക്റ്റ് ആയിട്ട് കോപ്പി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒന്നുകൂടെ നമുക്ക് ഫോർ ലൂപ്പ് കൊടുക്കുന്നതിന് മുന്നേ ഒരു സിസ് ഔട്ട് കൊടുക്കാം. സെക്കൻഡ് അറേയല്ലേ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. ഇപ്പൊ സെക്കൻഡ് അറേയിലോട്ട് എല്ലാ എലമെന്റ്സും കയറിയിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പൊ സെക്കൻഡ് അറേന്ന് ഞാൻ ജസ്റ്റ് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ ലൂപ്പ് ചെയ്ത് തന്നെ പ്രിന്റ് ചെയ്താൽ മതി. ഇപ്പൊ ലൂപ്പ് ചെയ്യേണ്ടത് ഏതാണ്? സെക്കൻഡ് അറേ അല്ലേ? അപ്പൊ 4 int I = 0, I less than array2 dot length I++ എന്ന് കൊടുക്കുക. എന്നിട്ട് ഇതിനകത്ത് ജസ്റ്റ് ഒരു സിസ് ഔട്ട് കൊടുത്താൽ മതി. സിസ് ഔട്ട് array2 of I എന്ന് കൊടുത്താൽ മതി. പിടികിട്ടിയല്ലോ? ഇപ്പൊ എനിക്ക് ഒറ്റ ലൈനിൽ തന്നെ പ്രിന്റ് ആയാൽ മതി സ്പേസ് ഇട്ട്. അതുകൊണ്ട് ഞാൻ ഈ എല്ലാം കളയാണ്. എന്നിട്ട് ആദ്യത്തെ എലമെന്റ് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് വേണം അടുത്തത് പ്രിന്റ് ആവാൻ. അതിന് നമ്മൾ ഇങ്ങനെ കൊടുക്കണം. ഓക്കെ, സെക്കൻഡ് അറേ പ്രിന്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. ഇപ്പൊ ഇതാ എൻ്റർ സൈസ് ഓഫ് ദ അറേ നമുക്ക് 5 തന്നെ കൊടുക്കാം. എലമെന്റ്സ് 11, 32, 45, 67, 98. ഇതാ 11, 32, 45, 67, 98. അപ്പോൾ സെക്കൻഡ് അറേയിൽ നമ്മുടെ എലമെന്റ്സ് അതുപോലെ കോപ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.